ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഒരു ട്രക്ക് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജോബിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, ദയവായി ക്ഷമിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 160 വേക്കൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനോട് ചോദിച്ചത്, എങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ പിന്നെ കേരളത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 160 പേരില്ലെങ്കിലും ഒരു 50 പേരെങ്കിലും നമ്മൾ ത്രൂ വന്നു കഴിഞ്ഞാൽ ആ 50 കുടുംബം രക്ഷപ്പെടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിലവിൽ എംബസി എല്ലാം ക്ലോസ്ഡ് ആണ്. ലാറ്റ്വിയ, സ്ലൊവേനിയ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ഉള്ളൂ. അതും നല്ല രീതിയിൽ നടക്കുന്നില്ല. എംബസി അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടുന്നില്ല അവർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് എംബസി ഓപ്പൺ ആയാലേ ഒരു പേപ്പർ വർക്കും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ആ കമ്പനിയിൽ വേക്കൻ്റ് ഉണ്ട്, 160 കൂടുതൽ വേക്കൻ്റ് ഉണ്ട്. എന്തായാലും ഒരു മിനിമം 160 പേര് എന്തായാലും വേണം, അല്ലെങ്കിൽ 150 മുതൽ 160 എന്തായാലും വേണം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ അടിസ്ഥാനത്തിനാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ പല ആൾക്കാരും എന്നെ പിന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ എന്നെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഇതിൽ ആർക്കും പൈസ കൊടുത്തിട്ടല്ല പിന്നെ ജോലിയിലേക്ക് കയറുന്നത്. എംബസിയുടെ ഒരു 19 രൂപ അങ്ങനെയാണ് എംബസി ചാർജ് വരിക. പിന്നെയുള്ളത് ഫ്ലൈറ്റ് ചാർജാണ്. ഫ്ലൈറ്റ് ചാർജ് ഒരു 60, ഇപ്പം വൺ സൈഡ് ആകുമ്പോൾ 40 രൂപയോ 50 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-75 രൂപക്ക് 60-75 രൂപക്കുള്ളിൽ തീരും. പിന്നെ കുഴപ്പമില്ലാത്ത ശമ്പളവും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ട്രക്ക് ഡ്രൈവർ അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതാണ് വലിയൊരു കാര്യം. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കിവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, 2 വലിയ ലെങ്ത്തുള്ള വണ്ടിയാണ്, 50-55 മീറ്റർ 60 മീറ്ററുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ എടുത്തിട്ട് റോഡിലൂടെ പോവുകയും, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, റൈറ്റ് സൈഡാണ് നമ്മൾ ഓട്ടേണ്ടത്. നമ്മളെ നാട്ടിലുള്ള പോലെയല്ല. പിന്നെ റോഡും ചെറുതാണ്, വലിയ റോഡും കാര്യങ്ങളൊന്നല്ല. നാഷണൽ ഹൈവേയിലും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ റോഡ് ഉണ്ടെങ്കിൽ പോലും എന്നാലും നമ്മളെ നാട്ടിൻ്റെ അത്ര റോഡ് വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒന്നുമല്ലാതെ വെറും കാർ ഡ്രൈവിങ് മാത്രം പഠിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എടുക്കുന്നവർ ഇവിടെ ഉണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കാറ് എടുത്തിട്ടും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും വന്നിട്ടുള്ളവർ, ട്രെയിലർ ഓടിക്കുന്നവരുണ്ട്. പക്ഷേ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാണ് അത്. അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആ എക്സ്പീരിയൻസോട് കൂടിയാണ് വന്നതാണെങ്കിൽ നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്, എംബസി ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോസസ്സ് സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റയിലോ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക എൻ്റെ. കാരണം ഓപ്പൺ ആവുന്നത് എപ്പോഴാണ്, ഏതൊക്കെ വേക്കൻ്റാണ് വരുന്നത്, എത്രയാണെന്നുള്ളത് ഞാൻ ആ സമയത്ത് ഇടുക ചെയ്യാം. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും നോക്കാനും കഴിയില്ല, എല്ലാ ദിവസവും അപ്ഡേറ്റ് പിന്നെ വീഡിയോ ചെയ്യാനും പറ്റില്ല. കാരണം എനിക്ക് ശനിയോ ഞായറോ അല്ലെങ്കിൽ ഞായർ തിങ്കൾ ആഴ്ചയിൽ ഒരു 2 ദിവസമാണ് ലീവ് ഉണ്ടാവുക. അപ്പോൾ ആ ലീവ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. വണ്ടി കാര്യങ്ങളൊക്കെ ക്ലീനിങ് കാര്യങ്ങളായിട്ടും, നമ്മളെ ഡ്രസ്സും കാര്യങ്ങൾ വാഷ് ചെയ്യാനായിട്ടും, സൂപ്പർ മാർക്കറ്റിൽ പോയി ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പിന്നെ മെസ്സേജുകൾ വായിക്കാനും മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും ഒരു പിന്നെ ഏജൻസിക്കോ പൈസ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത് എംബസി
സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പരിപാടികൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നിലൂടെ കുറച്ച് പേര് വന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത് കൊണ്ട് ആണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ പല സ്ഥലത്തും പോയിട്ട് അബദ്ധത്തിൽ വന്ന് ചാടരുത്. കാരണം ഒരുപാട് ആൾക്കാർ, ഒരുപാട് പിന്നെ ഏജൻസികൾ ഇപ്പം ഈ ഇത്ര വേക്കൻ്റ് ഉണ്ട്, 100 വേക്കൻ്റ്, 500 വേക്കൻ്റ്, 50 വേക്കൻ്റ്, ഇത്ര ദിവസം കൊണ്ട്, 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് പോകാം, 2 മാസം കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങളും കാര്യങ്ങളും ഏഡും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എംബസി ഓപ്പൺ ആവാതെ ഒരു പരിപാടി നടക്കില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് 3 മാസം കൊണ്ട്, 2 മാസം കൊണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല 6 ലക്ഷവും 8 ലക്ഷവും 10 ലക്ഷവും 12 ലക്ഷവും ഒക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ കൊടുത്തിട്ട് പിന്നെ അഡ്വാൻസ് കൊടുത്ത് 2 ലക്ഷം പോയി, അല്ലെങ്കിൽ 4 ലക്ഷം പോയി, 5 ലക്ഷം പോയി. ഇതൊക്കെ ഓരോരുത്തർ കെട്ടുതാലി പിന്നെ വിറ്റിട്ടും പണയം വെച്ചിട്ടും ചിലപ്പോൾ താമസിക്കുന്ന ചെറിയൊരു വീടും കൂടി പിന്നെ ബാങ്കിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ പൈസ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പിന്നെ പലരും നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടും പറഞ്ഞിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് ആരും ചാടരുത് എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു രൂപ പോലും ഒരു സ്ഥലത്തും പൈസ കൊടുക്കാവുള്ളൂ. ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നന്നായിട്ട് നല്ല രീതിയിൽ കൃത്യമായിട്ട് പിന്നെ കൊണ്ടുപോകുന്ന ഏജൻസികളുണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെ അതിലേതാണ് നല്ലത് എന്ന് നമുക്ക് എങ്ങനെ പിന്നെ കണ്ടെത്താൻ പറ്റും? വളരെ പ്രയാസമാണ്. കാരണം ഇതിലേതാണ് ജെനുവിൻ കമ്പനി ഏജൻസി, ഏതാണ് മോശം ഏജൻസി എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ ഭയങ്കര പാടാണ്. നമ്മൾ അകപ്പെട്ടു പോയിട്ടാകുമ്പോഴാണ് ഇപ്പം അഡ്വാൻസ് 2 ലക്ഷം കൊടുത്തു, അതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതിങ്ങനെ നീണ്ട് 6 മാസം 8 മാസം. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് 8 മാസം 1 വർഷവും 1.5 വർഷമൊക്കെ ആയിട്ട് 3 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ. പിന്നെ എല്ലാറ്റിനും ഒരു ഭാഗ്യം കൂടി വേണം. കാരണം യൂറോപ്പിലേക്ക് പിന്നെ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം കൂടി വേണമല്ലോ. കാരണം എംബസി ഇപ്പം ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് എൻ്റെ എംബസി അപ്പോയിൻമെൻ്റ് ഉണ്ടായത്. അവിടെ വന്ന 80 പേരാണ് പിന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ റിജക്റ്റ് ചെയ്തു. ബാക്കി 78 പേരും എംബസി കിട്ടി. പക്ഷെ നിർഭാഗ്യവശാൽ എന്താ പറയുക, അങ്ങനെ പലതും സംഭവിക്കാം. പിന്നെ ചിലത് എംബസിയിൽ 10 പേരെ സബ്മിറ്റ് ചെയ്തിട്ട് 2 പേർക്ക് മാത്രം കിട്ടിയിട്ട് 8 പേരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗ്യവും കൂടി വേണമെന്ന് പറയാം. എന്നാലേ നമുക്ക് വരാനുള്ളൊരു എന്താ പറയുക, നമ്മളെ ഓരോരുത്തരും പറയില്ലേ പടച്ചവൻ അല്ലേ, മുകളിലെ ദൈവം കൂടി തീരുമാനിക്കണം. പിന്നെ നമ്മളെ എന്താ പറയുക ശ്രമം, ഒരു നിതാന്തമായ ശ്രമം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടും, 100% കിട്ടും. പിന്നെ പലരും ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ പിന്നെ കഷ്ടപ്പാടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പട്ടിപ്പണിയാണ് ഒക്കെ പറയുന്നത്. വെറുതെ ആട്ടോ, ചുമ്മാ. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്, പട്ടിപ്പണിയാണെന്നൊക്കെ പറയുന്നവരില്ലേ, നമ്മളെ നാട്ടിൽ പീടിയക്കോനായി നിന്നിട്ട് ആരാൻ്റെ പൊയ്പും പറഞ്ഞു വെക്കുന്ന കൂട്ടറായിരിക്കും. അവർക്കിതൊരു കഷ്ടപ്പാട് തന്നെയായിരിക്കും. അതേ സ്ഥാനത്ത് നന്നായിട്ട് അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം, കുടുംബം നോക്കണം, നല്ലൊരു ലെവലിലേക്ക് വരണം, ഉയർച്ച വരണം എന്നാഗ്രഹിക്കുന്ന കൂട്ടർക്ക് ഒന്നുമല്ലടൂ. കാരണം ഞാനിവിടെ വരുമ്പം എനിക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിയ പോലെയാണ്. ഒന്നുമല്ല. ഇതിനേക്കാളും 1000 മടങ്ങ് ടെൻഷനും പ്രശ്നമുള്ള പിന്നെ ജോലിയാണ് ഞാൻ നാട്ടിലെടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് പറയാനുള്ള നേരെ ഓപ്പോസിറ്റാണ്. നല്ല സുഖമുള്ള പണിയാണ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേണ്ടതെന്നാ എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട, സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി എടുക്കുകയും ചെയ്യാം, രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എംബസി ഓപ്പൺ ആകുന്നതോടുകൂടി മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സും പരിപാടികളും നടക്കുള്ളൂ.
അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. ഇത് മാത്രമെന്നല്ല, ഇപ്പോൾ ഈ കമ്പനിയുടെ എന്നല്ല, ഒരുപക്ഷെ ഇതിനേക്കാളും മുന്നേ മറ്റൊരു കമ്പനി വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. എന്തായാലും എന്താ പറയുക, ഞാൻ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മാത്രം വെച്ചാൽ കടവും ഇടവും ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ബുദ്ധിമുട്ടറിയാം, ഇതിൻ്റെ വിഷമം അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തായാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇങ്ങനെ ഒരു ഫാമിലി ആത്മഹത്യ ചെയ്തത്. മോനെയോ മോളെയോ ഇവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ പിന്നെ വേറൊരു കേസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഒരുപക്ഷെ ഞാനായിരിക്കും ചെയ്യേണ്ടി വരിക. ഞാൻ ഇതിനോട് മുമ്പേ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ 2019 തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും അല്ല ഒരു പരിഹാരം. അപ്പോൾ നമ്മൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളൊരു കഷ്ടപ്പാടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒന്നും അല്ലായിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ പരിശ്രമിച്ചാൽ നല്ല റേഞ്ചിലേക്ക് വരാം. ഒരു പേടിയും വേണ്ട. നിങ്ങൾ നിൽക്കുന്ന അതായത് ഭൂമിയോളം താണു പോയിട്ടുണ്ടെങ്കിലും ആകാശത്തോളം ഉയർന്നിട്ട് വരാൻ പറ്റും. എങ്ങനെ? നമ്മൾ ശ്രമിക്കണം, പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ വിജയിക്കാത്തൊന്നുമില്ല ഈ ഭൂമിയിൽ. പിന്നെ നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിക്കും കുടുംബങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഒരു ഇതുമില്ല. ആദ്യം കുറച്ച് ദിവസം സങ്കടത്തോടു കൂടി പറയും, സുഹൃത്തുക്കൾ പറയും, അല്ലെങ്കിൽ നാട്ടുകാർ പറയും, അതങ്ങ് മറക്കും. നഷ്ടം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, രക്ഷപ്പെടും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ കണ്ണൂർ മല്ലു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ID എന്താ പറയുക, വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയാം, ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ, ഞാൻ അയക്കുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കുറച്ച് നല്ല ലെങ്ത്താണ്, എന്നാലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയണം എന്നുള്ളത് വേണ്ട. അപ്പോൾ ആരും അബദ്ധങ്ങളിലേക്കൊന്നും ചാടരുത്. ഫേക്കായിട്ടുള്ള ഏജൻസിയിലേക്ക് പൈസയൊന്നും കൊടുത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പരമാവധി എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. അപ്പം എന്നെക്കൊണ്ട് ഇപ്പം 100% പ്രോമിസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പരിചയപ്പെടുന്ന സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. നമുക്കിപ്പം പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. കാരണം ഞാനും ആ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നാട്ടിലുണ്ട്. അവർക്കിതൊരു രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക, കച്ചിത്തുരുമ്പാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം, പറ്റുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്തു തരാം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. പരമാവധി നിങ്ങളെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, ബെൽ ബട്ടൺ അമർത്താൻ പറയാം. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. അതായത് ഇംഗ്ലീഷ് അറിയണോ, എത്രത്തോളം അറിയണം എന്നൊക്കെയുള്ളൊരു സംശയങ്ങളും കാര്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അത് മതിയെന്നല്ല. നല്ല ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ വെരി ഗുഡ്. ഇനി മീഡിയം ഇംഗ്ലീഷ്, അതായത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉള്ളവർക്ക് ഓക്കെയാണ്, സേഫാണ്. പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം അല്ലേ, ഇൻ്റർനെറ്റിൻ്റെ യുഗമല്ലേ.
അപ്പോൾ നമുക്ക് ഈ പിന്നെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സംസാരിക്കാനും ലോകത്തിൻ്റെ ഏത് മൂലക്കും ഇപ്പോൾ പോകാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഇങ്ങനെ ആരോടും ഇപ്പം ഹിന്ദി അറിയുന്നോ അല്ലെങ്കിൽ കന്നഡ, തെലുങ്ക് ഏത് ഭാഷയാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ഒരു നാട്ടിൽ പോകാൻ പറ്റില്ല അല്ലേ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലോകത്തിൻ്റെ ഏത് മൂലക്കും നമുക്ക് പോവാം. അതിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിലേക്ക് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വോയിസ് ആയിട്ട് വോയിസ് വരും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് വരും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ബേജാറാവുന്നാവണ്ട. പലരും പറയും ഇംഗ്ലീഷ് അങ്ങനെയാണ്, ഇംഗ്ലീഷ് ഇങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൂ. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ കേട്ടിട്ട് വെറുതെ ബേജാറാവണ്ട. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആകെയുള്ളത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് നോക്കുക, ലൈസൻസിൻ്റെ വാലിഡിറ്റി നോക്കുക, പിന്നെ എക്സ്പീരിയൻസ് പരമാവധി ഉണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് പിന്നെ എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററാണ്. കാരണം അതുണ്ടെങ്കിൽ വലിയ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ അതില്ല, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിന് പിന്നെ എഫേർട്ട് എടുക്കാതിരിക്കരുത്. ഇപ്പം പല ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം പഠിക്കുക. ഇനി ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല, എന്നെപ്പോലത്തെ മഹാമണ്ടനാണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്തി വെക്കുക. ഈ കാര്യങ്ങൾ ഞാൻ പറ്റാവുന്ന സമയങ്ങളിൽ പിന്നെ വീഡിയോസ് ഇടാം. എന്തായാലും എംബസി എത്രയും പെട്ടെന്ന് ഓപ്പൺ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.